അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും പായസം ഇഷ്ടമാണോ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും ഉണ്ടാക്കാനുള്ള മടിയും കൊണ്ടാണെങ്കിൽ ഇനി അങ്ങനെ ഒരു സംഭവം വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ പായസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയെങ്കിൽ കൂടി ഇവരൊക്കെ നിൽക്കണോ പോണോ എന്നറിയാതെ ഫ്രിഡ്ജിൽ ഇനിയും കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും കാത്തിരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ, വേഗം ഇവർക്കൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ വർക്കും കഴിഞ്ഞ് വന്ന സമയത്താണ് ചായക്കൊന്നും ഇല്ലയെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്കൊരു പായസം ഉണ്ടാക്കി വെക്കാം, അതും കുക്കറിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. ഇതിപ്പോൾ പണ്ടാരോ പറഞ്ഞു കേട്ട പോലെ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞല്ലേ, എല്ലാ സാധനങ്ങളും വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പോൾ പായസം ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ വരും, നമുക്ക് വേഗം ഒരു പായസം ഉണ്ടാക്കാം. ഓണത്തിന് നമ്മൾ പാലട ഉണ്ടാക്കിയതിൻ്റെ ചെറിയൊരു പരിഭവം ഈ സേമിയത്തിന് കാണുന്നുണ്ട് കേട്ടോ. അതിനെക്കൊണ്ട് തന്നെ റോസ്റ്റ് ചെയ്തത് കുറച്ച് കരിഞ്ഞു പോയി എന്നാണ് തോന്നുന്നത്. പിന്നെ ഇത് ഞാൻ റോസ്റ്റ് ചെയ്തതല്ല, ഓൾറെഡി ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് പാലടയല്ല, സേമിയ മിക്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുക്കർ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു പീസ് ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. മെൽറ്റ് ചെയ്ത ബട്ടറിലേക്ക് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സേമിയ മിക്സ് ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു. ഇങ്ങനെ ചൂടാക്കിയെടുത്ത സേമിയ മിക്സിലേക്ക് ഒരു അര പാക്കറ്റ് പാൽ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 3 വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോഴേക്കും തൊട്ടപ്പുറത്ത് അടുപ്പത്ത് നമ്മൾ ബാക്കിയുള്ള പാൽ എന്ത് ചെയ്തു, തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ഈ വെന്ത സേമിയോ നമ്മൾ എന്ത് ചെയ്തു, ഈ പാലിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യ് ഇട്ടു. ചെറുതായിട്ടൊരു ഫ്ലേവർ കുറച്ചും കൂടി ഹൈ ആയി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്തു. ഇനി നമുക്കിത് ചൂടോടെയോ തണിഞ്ഞിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പായസം എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈസി ലേസി പായസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.